നമസ്കാരം. ഇന്ന് നമുക്ക് 11 വിരലുണ്ട്. 11ാമത്തെ വിരൽ മൊബൈലാണ്. അത് കൈയോടുകൂടി ജോയിൻ ആയിട്ടുണ്ട് ഓൾറെഡി. നമ്മളത് താഴെ വെക്കുന്നില്ല. ഇനി അത് വെക്കാനുള്ള ശീലമൊന്നും നടപ്പിലാകും എന്ന് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഏവരും ഓർക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. ആരോഗ്യം. ഏവർക്കും അറിയാം ആരോഗ്യത്തെ എങ്ങനെ സംരക്ഷിക്കണം. ഒരുപാട് ഇൻഫർമേഷൻ വെബ്സൈറ്റിൽ ലഭ്യമാണ്. പക്ഷെ നാം ആരോഗ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നൊരു പക്ഷേ നാം എപ്പോഴും ചിന്തിക്കുന്നില്ല. നമ്മളൊരു വീഡിയോ നോക്കും, അതിൽ നിന്നുള്ള ഇൻഫർമേഷനൊക്കെ നാം എടുത്തു വെക്കും, 1-2 ദിവസം ചെയ്യും, പിന്നെ അതങ്ങ് വിടും. കാരണം അതിലേക്കുള്ള എന്താണ് അതിൻ്റെ പ്രസക്തി, ആരോഗ്യം ഇല്ലെങ്കിൽ എന്താകും എന്നുള്ളതാണ്. ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മളെ നോക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ള ഒരു വസ്തുത ഓരോ നിമിഷവും നാം ചിന്തിക്കുക. ആരോഗ്യത്തിലാണ് നാം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഈ ഒരു വിഷയം എപ്പോഴും ചിന്തിക്കണം എന്നുള്ളതാണ്. കാരണം എപ്പോഴാണോ നമ്മൾക്ക് സ്വയമേവ നമ്മുടെ കൃത്യങ്ങളെല്ലാം മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റാതെ ആകുന്നത്, നമ്മളെ എല്ലാവരും ഉപേക്ഷിക്കും എന്നുള്ളതാണ്. അതൊരു നഗ്ന സത്യമാണ്. ഒരു ധനവും അന്ന് നമ്മെ സഹായിക്കത്തില്ല. മേ ബി നമുക്ക് പറയാം, ഞാൻ ഒരാളെ നോക്കാൻ വേണ്ടി വെക്കും, പൈസ കൊടുക്കും എന്നുള്ളത്. അന്ന് അവർ പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മളെ നോക്കുക. നമ്മളുടെ മനസ്സ് വേദനിക്കും. നമ്മളുടെ കൂടെയുള്ളവർ എന്നാണോ നമ്മളെക്കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാതെ ആകുന്നത്, അന്ന് ഉപേക്ഷിക്കും എന്നുള്ള നഗ്ന സത്യം തിരിച്ചറിഞ്ഞ് ആരോഗ്യമാണ് പ്രധാനം എന്നുള്ളതാണ്. ഇന്ന് ആരോഗ്യത്തെക്കുറിച്ച്, ഇല്ലെങ്കിൽ ആരോഗ്യം ഇല്ലാതിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നാം ഈ ഒരു ശീലമാണല്ലോ, ദൈനംദിനമായിട്ട് ആരോഗ്യം എങ്ങനെ വേണോ ഇങ്ങനെ ചെയ്യണമെന്ന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ അതൊരു ശീലമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശീലമായിട്ടില്ല. നല്ലൊരു ഉദാഹരണം എടുക്കാം. എണ്ണ തേച്ച് കുളി എന്നുള്ള ഒരു ചെറിയ ശീലം എത്ര പേർക്കാണ്, ഇല്ലെങ്കിൽ എത്ര പേരാണ് ഇന്നത് കൊണ്ട് നടക്കുന്നത്? ആഴ്ചയിൽ ഒരു 2 ദിവസം സ്ത്രീകൾ ചൊവ്വയും വെള്ളിയും, പുരുഷന്മാർ ബുധനും ശനിയും ആയുർവേദത്തിൽ പറയുന്നു. ഇത് എത്ര പേർക്കറിയാം? എത്ര പേർ അത് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഏവർക്കും അറിയാം, എണ്ണ തേച്ച് കുളി നല്ലതാണെന്നറിയാം, ശരീരത്തിന് ഗുണം ചെയ്യുമെന്നറിയാം. പക്ഷേ അത് പ്രാവർത്തികമാക്കുന്നില്ല. അങ്ങനെ ചിന്തിച്ച് നാം ഇങ്ങനെ വീഡിയോസ് എല്ലാം കണ്ട് 1 വർഷം, 2 വർഷം, 3 വർഷം, 10 വർഷം, 15 വർഷം ഇതിങ്ങനെ കടന്നു പോകുകയാണ്. ഇവിടെ പറയുവാനായിട്ട് ഉദ്ദേശിച്ചത്, ആരോഗ്യം പോയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. ഒരു മൊബൈൽ താഴെ വീണ് പൊട്ടി തിരിച്ചു വാങ്ങിക്കാം, കാറ് കേടായി തിരിച്ചു വാങ്ങിക്കാം. പക്ഷേ നമ്മുടെ കണ്ണ് കേടായാൽ കോടിക്കണക്കിന് രൂപ കൊടുക്കണം. എന്നാലും നമ്മളുടെ കണ്ണ് പോലെ വേറെ കണ്ണുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ കൈകാലുകൾ പോലെ വേറൊന്നില്ല. അതായത് നമുക്ക് സമാനമായിട്ടുള്ളത് വേറെ ഭൂമിയിലില്ല. വളരെയധികം വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ആയതിനാൽ ആരോഗ്യം ആണ് ഏറ്റവും പ്രധാനം എന്നുള്ളത്. ആരോഗ്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, ഇതിൻ്റെ അർത്ഥം ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, നല്ല ശീലം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഇനിയിപ്പോൾ പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കുക, വൈറ്റമിൻ ഗുളിക വാങ്ങിച്ച് കഴിക്കുക എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത്. കാരണം ഒരാളും ഒരു ഇൻഫർമേഷനെ സ്വീകരിക്കുന്നത് പല തരത്തിലാണല്ലോ. ആയതിനാൽ ഇവിടെ ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധം എന്നും നടന്നുകൊണ്ടേയിരിക്കണം. നമ്മുടെ ആഹാരം നമ്മൾ തന്നെ എടുത്ത് കഴിക്കുവാനുള്ള ആരോഗ്യമെങ്കിലും നമുക്കുണ്ടാകണം. നമ്മുടെ മലമൂത്ര വിസർജനം ചെയ്യുവാനുള്ള, അതിനുശേഷമുള്ള ക്രിയകളെല്ലാം തന്നെ ചെയ്യുവാനുള്ള ആരോഗ്യമുണ്ടായാൽ നമ്മുടെ കൂടെ നമ്മുടെ ഭാര്യ ഉണ്ടാവും, സഹോദരൻ സഹോദരി എല്ലാവരും ഉണ്ടാവും. അത് ഇല്ലാത്ത നിമിഷം പലരും പല വഴിക്കും പോകുകയും ചെയ്യും. അവരൊരു ജസ്റ്റിഫിക്കേഷൻ തരും, എനിക്ക് ജോലിയുണ്ട്. നമ്മളും വിചാരിക്കും, ജോലി കാരണമാണ് പോകുന്നത്. അല്ല, ഒരിക്കലുമല്ല. നമ്മളെ കൊണ്ട് എന്നാണോ ഉപയോഗം ഇല്ലാതെ ആകുന്നത്, നമ്മൾ ഉപേക്ഷിക്കപ്പെടും. ആയതിനാൽ നമ്മുടെ ആരോഗ്യം നോക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. ഈ ബോധം കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഇനിയുള്ള ജനറേഷന് മനസ്സിലാക്കി കൊടുക്കുക. നമ്മളും ഇനിയുള്ള കാലം ആരോഗ്യത്തിനായിട്ട് ശ്രമിക്കാം. നല്ല ആരോഗ്യം ഏവർക്കും ഉണ്ടാകട്ടെ. ഇന്ന് അഡ്വർടൈസ്മെൻറ്റ് എന്താണ്? ഈ ഹോസ്പിറ്റൽ കൊള്ളാം, ഇവിടെയാണ് നിങ്ങൾ ചികിത്സിക്കേണ്ടത്, എൻ്റെ അടുത്ത് വരൂ,
ഈ മുട്ടുവേദനയ്ക്കുള്ള മരുന്നുണ്ട്, ഈ ട്രാൻസ്പ്ലാന്റേഷൻ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നിങ്ങനെ മരുന്നിനെക്കുറിച്ചാണ് ഇന്ന് അഡ്വർടൈസ്മെൻറ്റ്. ആരോഗ്യത്തെക്കുറിച്ച്, ആരോഗ്യ സംരക്ഷണം, ആരോഗ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഹോസ്പിറ്റലിൽ വരൂ 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 എന്ന് ഒരിക്കലും പറയരുത്. നിങ്ങൾ വരാനായിട്ട് ഇടവരുത്തരുതേ എന്നുള്ള സന്ദേശമാണ് നാം കൈമാറേണ്ടത്. ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ച് ഏവരും അതിലേക്കൊന്ന് ശ്രമിക്കാം. നമുക്കേവർക്കും ഒരുമിച്ച് ശ്രമിച്ച് നല്ലൊരു ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാം. നമസ്കാരം.